ഇതിന്റെ ഇടയിലാണ് ഓഫീസിന്റെ അടുത്ത് ഇത്രയും നല്ലൊരു വീട് ഇത്രയും ചെറിയ വാടകയ്ക്ക് നമുക്ക് കിട്ടാനുള്ള കാരണം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്ന ഭാഗത്ത് വേറെ ഒരൊറ്റ ബിൽഡിംഗ് പോലും ഇല്ല. ചുറ്റും നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന കൃഷി സ്ഥലങ്ങളാണ്. അത് മാത്രമല്ല, ഒരു ശ്മശാനത്തിന്റെ നടുവിലൂടെ വേണം നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അധികം ആരും ഈ ഒരു ഭാഗത്തേക്ക് റെന്റിന് വീടെടുക്കാനായിട്ട് വരാത്തത് എന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഒരു സെമിത്തേരി ഒന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജൂനിയേഴ്സ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മിക്കവാറും രാത്രിയും പകലൊക്കെ ഓഫീസിൽ തന്നെ ആയിരിക്കും. ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെളുപ്പിന് 3 മണിക്കോ 4 മണിക്കോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ പാസ് ചെയ്ത് പോകുന്നത്. ആ ഒരു സമയത്ത് നല്ല ഉറക്കച്ചടപ്പിലായിരിക്കും. പിന്നെ ഒരു ഇച്ചിരി ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചളിയൊക്കെ അടിച്ചിട്ടായിരിക്കും ആ ഒരു ഭാഗത്ത് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്മശാനമൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു വീട്ടിലെ താമസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞായറാഴ്ചകളിലൊക്കെ ചെറിയ ചെറിയ പാർട്ടികളും പരിപാടികളൊക്കെ ഞങ്ങൾ അവിടെ ഓണാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്താറുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല വെടിയും തീ പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിലാണ് ആ ഒരു സംഭവം നടക്കുന്നത്. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു.